എനിക്ക് നിങ്ങളെ പോലുള്ള പഴയ ആൾക്കാരുടെ വർത്താനം കേട്ടിരിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. മൂത്താപ്പ ഞാനും ബൈജു ചേട്ടനും ഒക്കെ അന്ന് ഇങ്ങനെ നിലത്തെഴുതി പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? നീ ജനിച്ച 81 ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. എന്ത് സുഖമായിട്ടായിരിക്കും ബൈജു ചേട്ടൻ ജീവിക്കുന്നതെന്നറിയോ? കാരണം പുള്ളിക്ക് മനസ്സിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പറയാനുള്ളത് പറഞ്ഞിട്ടിട്ട് അങ്ങ് പോവുക. ചേട്ടാ നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് ഷൂട്ടിംഗ് 9-നൊന്നും വരാൻ ഒക്കൂല. കഴിഞ്ഞില്ലേ? നമുക്ക് പിന്നെ ബാക്കി സംസാരിച്ചാൽ മതിയല്ലോ. ബൈചേട്ടൻ അവിടെ പേര് കേട്ടൊരു ക്ലബ്ബുണ്ട്, ശ്രീമൂലം ക്ലബ്ബ്. അപ്പൊ അവിടുത്തെ മെമ്പറാ ബൈചേട്ടൻ. അപ്പോ അവിടെയൊക്കെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ പ്രോഗ്രാമിന് വിളിക്കും. അപ്പൊ വിളിക്കാൻ നേരത്ത് ബൈചേട്ടൻ്റെ അടുത്ത് പരിപാടി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബൈചേട്ടാ എന്ന് ചോദിക്കാൻ പേടിയാ. തല്ലിപ്പൊളിയായിരുന്നു കേട്ടാ എന്ന് പറയും. അത് നമുക്കൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് ബൈചേട്ടൻ വരാൻ നേരത്ത് പതുക്കെ ഇതുവഴിയൊക്കെ പോകും. ഈ ക്ലബിലെ ഷട്ടിൽ കളിക്കാരനാണേ. അപ്പൊ ഇപ്പൊ മനേട്ടൻ ചുറ്റും പറഞ്ഞാണ്, പണ്ട് ഇവരൊരു പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഇന്നലത്തെ ദിവസം ഷൂട്ടിങ് ബൈജു ചേട്ടൻ മനോജ് ചേട്ടനോട് കുറെ ഡയലോഗ് പറയുന്നു. പിറ്റേ ദിവസത്തെ ഷൂട്ടിങ് ഇതിന്റെ കൗണ്ടർ തിരിച്ച് മനോജ് ചേട്ടൻ ബൈജു ചേട്ടനോട് ഡയലോഗ് മുഴുവൻ പറയണം. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നിട്ട് പേപ്പർ എടുത്ത് നോക്കിയപ്പോ മുഴുവൻ മനോജനാണല്ലോ അന്നത്തെ ദിവസം പറയുന്നത്. എനിക്ക് ഡയലോഗ് ഒന്നുമില്ല, ഞാൻ ഷട്ടിൽ കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഷട്ടിൽ കളിക്കാൻ പോയി.